ആന്റോ ആന്റണി എംപിക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരർക്ക് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ നിക്ഷേപമുണ്ടെന്ന് SIT ആണ് പറഞ്ഞതെന്നും താനല്ലെന്നും ഉദയഭാനു നിലപാട് മാറ്റി. ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആന്റോ ആന്റണി MP അറിയിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരർക്ക് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ 2.5 കോടി നിക്ഷേപമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ആന്റോ ആന്റണി 2 കോടി പിൻവലിച്ചെന്നും ഉദയഭാനു നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ താനല്ല ഇത് പറഞ്ഞതെന്നും SIT പറഞ്ഞ കാര്യം മാധ്യമങ്ങളെ കണ്ട് ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും ഉദയഭാനു തിരുത്തി. അവിടെ സ്വകാര്യ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് SIT ആണ് പറഞ്ഞത്. SITയുടെ വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ആരോപണം പൊളിഞ്ഞപ്പോൾ ഉദയഭാനു പുതിയ കാര്യം ഏറ്റെടുത്ത് വന്നിരിക്കുകയാണെന്ന് ആന്റോ ആന്റണി MP. ശബരിമല തന്ത്രിക്ക് ഈ ധനകാര്യ സ്ഥാപനത്തിൽ ഒരു ഉറുപ്പികയുടെ പോലും നിക്ഷേപം ഉണ്ടായിരുന്നില്ല എന്നും ഈ തന്ത്രിയെ ജീവിതത്തിൽ ഒരിക്കലും നേരിൽ പോലും കണ്ടിട്ടില്ല എന്ന് ധനകാര്യ സ്ഥാപന ഉടമ വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ ആ ആരോപണവും പൂർണ്ണമായി പൊളിഞ്ഞു. ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ഉദയഭാനുവിനെതിരെ നിയമപരമായ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ പണം വാങ്ങിയെന്നും ഏത് മാർഗത്തിലൂടെ തിരികെ നൽകിയെന്നും വ്യക്തമാക്കണമെന്ന് ഉദയഭാനു ആവശ്യപ്പെട്ടു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.